എല്ലാവരും എന്നാ പറയണോ? അപ്പോഴേ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുവാണേ. പുറത്തേക്ക് ഇറങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോവുക. എൻ്റെ ഒരുക്കം കണ്ടിട്ട് ആരും ഞെട്ടണ്ട കേട്ടോ. എത്ര ഒരുങ്ങിയാലും ഈ തണുപ്പ് കാലത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന അവസ്ഥ എന്നാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ അവസാനം കണ്ടാൽ മതി കേട്ടോ. ശരിയായ കോല എന്നാണെന്ന് അന്നേരം മനസ്സിലാവും. ഞാൻ പിള്ളേരെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വീക്കിലി 2 ദിവസം മൺഡേയും വെനസ്ഡേയും അവർക്ക് ഫുട്ബോളിൻ്റെ ക്ലാസ് ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉള്ളത് നല്ലതല്ലെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഇവിടെ ഈ ഫ്ലാറ്റിൻ്റെ അകത്തെ ജീവിതമായതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് മൂമെൻറ്റ്സ് ഒന്നുമില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പോർട്സിനെ കൊണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ലതല്ലേ. അത്ര നേരം കാർട്ടൂൺ കാഴ്ചയും കുറഞ്ഞു കിട്ടിക്കോളും. ഈ വർഷമാണ് കേട്ടോ ഇവരെ ഫുട്ബോളിന് കൊണ്ട് ചേർത്തത്. ഇതിനു മുമ്പിലത്തെ 2 വർഷം അവർ നീന്തലായിരുന്നു കേട്ടോ പഠിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ കൊണ്ടേ ആക്കാൻ നേരത്തെ എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത് ഫുട്ബോളിൻ്റെ രാജ്യമാണല്ലോ. തന്നെയല്ല ഇവർക്ക് വെയിലായാലും മഴയായാലും മഞ്ഞായാലും അവരുടെ ഈ കോച്ചിങ് ക്ലാസ് എന്നും ഉണ്ടാവും കേട്ടോ. ഒന്നും പോരാഞ്ഞിട്ട് എല്ലാ സാറ്റർഡേയിലും ഇവർക്ക് ഫ്രണ്ട്ലി മാച്ചും ഉണ്ട്. അപ്പം ഈ തണുപ്പത്തെ കുഞ്ഞുങ്ങൾക്ക് വയ്യാതാവില്ലേ എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ചിന്ത. പക്ഷെ അവിടെ അഡ്മിഷൻ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ മാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോ ഇവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുകയുള്ളൂന്ന്. സത്യമാണ് കേട്ടോ അത്. ഇത്തവണ പനിയും ജലദോഷം എന്നും പറഞ്ഞ് ഈ വർഷം ലീവ് എടുത്തിട്ടേ ഇല്ലെന്ന് പറയാം ദൈവാനുഗ്രഹത്താൽ. കണ്ടില്ലേ എൻ്റെ യഥാർത്ഥ കോല എന്താണെന്ന്. നമ്മൾ എത്ര ഒരുങ്ങിയാലും ഇതാ അവസ്ഥ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാം.